അടച്ചാനായിട്ട് തന്നെ കൊണ്ടു തന്നു. എന്റെ ചികിത്സയ്ക്ക് വേണ്ടി പൈസ തന്ന് സഹായിച്ച യൂസഫ് അലി സാറിനോട് ഒരുപാട് നന്ദിയുണ്ട്. എത്ര നന്ദി പറഞ്ഞാലും മതിയാത്തില്ല. അന്ന് പോലുള്ള എല്ലാ ചെലവുകളും സാറ് തന്നെ ഏറ്റെടുത്ത് അവനെ ഈ നിലയിൽ എനിക്ക് കിട്ടി, എന്റെ പൊന്നുപോലെ എനിക്ക് കിട്ടി. സാറിന് ഒരുപാട് നന്ദിയുണ്ട്. ആ പ്രാർത്ഥന ദൈവം കേട്ടു. ദൈവം ഭൂമിയിലേക്ക് ഒരാളെ അയച്ചു എന്ന് തന്നെ പറയാം. അത് യൂസഫ് അലി സാർ ആയിരുന്നു. എന്തിക്കാക്ക് വേണ്ടി സഹായിച്ച യൂസഫ് അലി സാറിന് വേണ്ടി ഞാൻ എപ്പോഴും എന്തുവാ ചെയ്യുന്നത്. ഉമ്മയുടെ വിളി കേട്ടു എന്ന് മാത്രമല്ല, മോന് വേണ്ട എല്ലാ ചികിത്സാ സഹായം ഏകദേശം 18 ലക്ഷം രൂപയോളം വേണ്ടി വന്നു ആശുപത്രിയിൽ ചികിത്സിക്കാൻ. മോനെ തിരിച്ചു കൊടുത്തു. ഈ ഉമ്മായ്ക്കും ഉപ്പായ്ക്കും പൊന്നു മോനെ തിരിച്ചു കൊടുത്തു എന്ന് തന്നെ വേണം പറയാൻ. ദൈവം നമ്മളെ കൈവിടത്തില്ലെന്ന് എപ്പോഴും ഞാൻ പറയുന്നുണ്ട്. അപ്പൊ ഇതേപോലെ ദൈവമായിട്ട് എത്തിച്ചായിരിക്കാം. അപ്പൊ അവന് വലിയ ആഗ്രഹമുണ്ട്, സാറിന് എന്തെങ്കിലും ഒന്ന് കാണണമെന്ന് എന്റെ പൊന്നുമോന് ആഗ്രഹമുണ്ട്. ഒരു ദൈവം ഒരു മനുഷ്യനെ ഭൂമിയിലേക്ക് അയച്ചു. അതായത് ദൈവത്തിന് വേണ്ടി ഒരു മനുഷ്യൻ വന്ന് ഈ മോന്റെ ജീവൻ രക്ഷിച്ചു എന്ന് തന്നെ പറയല്ലേ. എന്താ ചേച്ചി പറയാവുള്ളേ? സാറിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങളുടെ ദുആയിലും കാര്യങ്ങളും സാറിന് ഞങ്ങൾ ഉൾപ്പെടുത്തി. കാര്യം ഇവനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുമെന്ന് യാതൊരു പ്രതീക്ഷയും ഇല്ലായിരുന്നു. ആ ഒരു പ്രതീക്ഷ മങ്ങിയ സമയത്താണ് യൂസഫ് അലി സാർ അവിടെ വരുന്നത്. നമുക്ക് നമ്മുടെ മോന് വേണ്ടി സഹായം കേട്ടു എന്നുള്ളതാണ്. പക്ഷേ അത് കേട്ടു നമുക്ക് എത്രയും പെട്ടെന്ന് പിന്നെ കാര്യങ്ങളെല്ലാം എളുപ്പമാക്കി തന്നേത്. അദ്ദേഹത്തിന്റെ ആ ഒരു മനസ്സ്, വലിയ മനസ്സിന് ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങൾ എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ഞങ്ങള് ഒരിക്കലും ഞങ്ങൾ മറക്കില്ല. ഒരു തിരിച്ചു വരവാണ്. പ്രതീക്ഷ അറ്റുപോയെടുത്താണ് ആ മനുഷ്യൻ വരുന്നത്. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ കൊല്ലം കരിക്കോടാണ്. മോന്റെ പേര് മുഹമ്മദ് സഫ്വാൻ. മോന് 14 വയസ്സുണ്ടല്ലേ. മോന് പെട്ടെന്നൊരു അസുഖം വന്ന് മോൻ വെന്റിലേറ്ററിലായിരുന്നു കഴിഞ്ഞ 5 ദിവസം. ഏറ്റവും പാവപ്പെട്ട ഒരു കുടുംബമാണ്, വാടകയ്ക്ക് താമസിക്കുന്ന ഒരു കുടുംബമാണ്. ഇവർക്ക് മോന്റെ ചികിത്സയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. വിഷമിച്ചിരിക്കുന്ന സമയത്താണ് യൂസഫ് അലി സാറ് ഈ മോൻ ചികിത്സയിലിരിക്കുന്ന ആശുപത്രിയിൽ വളരെ അപ്രതീക്ഷിതമായിട്ട് യൂസഫ് അലി സാർ വരുന്നത്. അദ്ദേഹത്തിന്റെ ജീവനക്കാരന്റെ അമ്മയോ മറ്റോ കാണാനായിട്ടാണ്. വളരെ അപ്രതീക്ഷിതമായിട്ട്, ഇവരൊന്നും അറിയുന്നില്ല. അദ്ദേഹത്തെ കാണാൻ നോക്കുന്നു. ആദ്യമൊന്നും കാണാൻ പറ്റിയില്ല. പക്ഷെ എങ്ങനെയൊക്കെയോ ഒരുപാട് ശ്രമം നടത്തി. പക്ഷെ എങ്ങനെയൊക്കെയോ മോന്റെ ഉമ്മ അദ്ദേഹത്തിന്റെ അടുത്ത് എത്തിപ്പെടുന്നു. ഉറക്കെ വിളിച്ചു പറഞ്ഞു, സാറേ എന്റെ മോനെ ഒന്ന് സഹായിക്കാമോ എന്നുള്ള ആ ഉറക്കെയുള്ള വിളി ആ മനുഷ്യൻ കേട്ടു. ഇത്രയൊക്കെ ഒരു പ്രാർത്ഥന കൊണ്ടായിരിക്കാം ആ മനുഷ്യൻ കേട്ടത്. ഉമ്മയുടെ വിളി കേട്ടു എന്ന് മാത്രമല്ല, മോന് വേണ്ട എല്ലാ ചികിത്സാ സഹായം ഏകദേശം 18 ലക്ഷം രൂപയോളം വേണ്ടി വന്നു ആശുപത്രിയിൽ ചികിത്സിക്കാൻ. ഈ ഉമ്മായ്ക്കും ഉപ്പായ്ക്കും പൊന്നു മോനെ തിരിച്ചു കൊടുത്തു എന്ന് തന്നെ വേണം പറയാൻ. ഇവണ്ട് ഇവരൊക്കെ സന്തോഷമുണ്ട്. ഒരു നാടിന് മുഴുവൻ, ഇവിടെ ജാതി മത ഭേദമന്യേ എല്ലാവരും മോന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. അത്ര മിടുക്കനായിരുന്നു അവൻ. അവനെ കണ്ടാൽ തന്നെ അറിയത്തില്ല എത്ര മിടുക്കനായിരുന്നു. അവന് വേണ്ടി ഒരു നാട് മുഴുവൻ പ്രാർത്ഥിക്കുകയായിരുന്നു. ആ പ്രാർത്ഥന ദൈവം കേട്ടു. ദൈവം ഭൂമിയിലേക്ക് ഒരാളെ അയച്ചു എന്ന് തന്നെ പറയാം. അത് യൂസഫ് അലി സാർ ആയിരുന്നു. എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് അങ്ങയോട്. കൊല്ലം മെഡിസിറ്റിയിലായിരുന്നു മോൻ ചികിത്സയിൽ കിടന്നു. ഇപ്പം ഓക്കെ ആയി, ഉഷാറായ മോനെ. എന്റെ ചികിത്സയ്ക്ക് വേണ്ടി പൈസ തന്ന് സഹായിച്ച യൂസഫ് അലി സാറിനോട് ഒരുപാട് നന്ദിയുണ്ട്. എത്ര നന്ദി പറഞ്ഞാലും മതിയാത്തില്ല. അദ്ദേഹത്തിന് അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സോടെ തന്നെ ഇടയ്ക്കിട്ട് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. എനിക്ക് എന്തെങ്കിലും സാറിനെ കാണണം അതിയായ ആഗ്രഹമുണ്ട്. അടച്ചാനായിട്ട് തന്നെ കൊണ്ടു തന്നു എത്തിച്ചതാ മുന്നില്. കാര്യം ഇവനെ എങ്ങനെയും ഞങ്ങൾക്ക് വേണം. ഇവനില്ല ഞങ്ങൾക്ക് പറ്റത്തില്ല. ഞങ്ങളെ പൊന്നുപോലെ ഞങ്ങൾക്ക് വേണം. ഞങ്ങൾക്ക് സാറ് ഹെലികോപ്റ്ററിലോട്ട് കയറാൻ തുടങ്ങിയ സമയത്ത് സാറേ എന്നൊന്ന് വിളിച്ച്, സാറേ ഖുർആൻ പഠിക്കുന്ന എന്റെ പൊന്നുമോനെ സാറേ ഒന്ന് ശ്രദ്ധിക്കുന്നു പറഞ്ഞ് വിളിച്ച്. ആ സമയത്ത് ഞങ്ങള് സാറ് അവിടെ നിന്ന് എല്ലാവരും ശ്രദ്ധിച്ച്. ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഒരിക്കലും സാറ്. കാര്യം ഞങ്ങൾ കാണാതെ പോയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അത് ഭയങ്കര നിരാശയായി പോയേനെ. അപ്പൊ സാറ് പറഞ്ഞു അതിൽ നിന്ന് ഒരാളെങ്കിലും വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് അവിടെ എത്തുമെന്ന് പോലും എനിക്ക് അറിയില്ല. ഞാൻ എങ്ങനെയാ അവിടെ എത്തിപ്പെട്ടപ്പം ഞാൻ ചെന്ന് സാറിന്റെ അടുത്ത് സാറ് വെച്ച് എന്താ ഞാൻ പറഞ്ഞത്, ഖുർആൻ പഠിച്ചു കൊടുത്ത മോനെ 23 ദിവസം പൂർത്തിയായ മോനെ പെട്ടെന്ന് എനിക്ക് ശ്വാസം വിട്ട് വന്ന് മോനിക്ക് 5 ദിവസമായിട്ട് വെന്റിലേറ്ററിലായിരുന്നു. ഇപ്പൊ ECMO ട്രീറ്റ്മെന്റ് വേണമെന്നാണ് പറയുന്നത്. അപ്പം സാറിന് ഏത് ട്രീറ്റ്മെന്റ് എന്ന് ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞ ECMO. മോനിക്ക് എത്ര വയസ്സാ? ഞാൻ പറഞ്ഞ 14 വയസ്സ്. സാറിന് അതിന് എന്താ? ഞാൻ പറഞ്ഞ 15 ലക്ഷം രൂപ ചെലവാകുമെന്ന് പറയുന്നത്. ഞങ്ങൾ വേറെ സാധാരണക്കാർ, ഞങ്ങളുടെ കയ്യിൽ യാതൊരു നിവൃത്തിയില്ല. ട്രീറ്റ്മെന്റ് ഞങ്ങൾ സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്താണ് മുന്നോട്ടുള്ള അവസ്ഥ ഞങ്ങൾക്ക് യാതൊരു പിടിയില്ലെന്ന് പറഞ്ഞു. സാറ് പറഞ്ഞ് വിഷമിക്കേണ്ട, ഞാൻ എന്ത് വെച്ചാൽ ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ ഫുള്ള് മൊത്ത ചെലവ്, എന്റെ പൊന്നുമോനയ്ക്ക് വേണ്ടിയുള്ള മൊത്ത ചെലവ് സാറ് ഏറ്റെടുക്കും. ഒരിക്കലും പ്രതീക്ഷയില്ല. എന്തെങ്കിലും ഒരു സഹായം നമ്മൾ വിചാരിച്ചോളൂ. പക്ഷെ അന്ന് പോലുള്ള എല്ലാ ചെലവുകളും സാറ് തന്നെ ഏറ്റെടുത്ത് അവനെ ഈ നിലയിൽ എനിക്ക് കിട്ടി, എന്റെ പൊന്നുമോനെ എനിക്ക് കിട്ടി. ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങൾക്ക് മാത്രമല്ല ഇവൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനാ. ഈ നാട് മൊത്തം അവനെ സ്നേഹിക്കുന്ന ആൾക്കാരെല്ലാവരും പ്രിയപ്പെട്ടവരാ. അവനെ ഞങ്ങൾക്ക് അതുപോലെ തിരിച്ചു വന്ന് സാറിന് ഒരുപാട് നന്ദിയുണ്ട്. പടച്ചവനോട് നന്ദി പറയുക. കാര്യം എല്ലാവരും ദുആ ചെയ്ത് പടച്ചവനായിട്ട് സാറിനെ നമ്മുടെ മുമ്പിൽ അന്ന് കൊണ്ടെത്തിച്ച്. യൂസഫ് അലി സാറിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും ഒരേപോലെ എല്ലാവരും
എപ്പോഴും ദുആയിൽ ഉൾപ്പെടുന്നുണ്ട്. സാറിന് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ തന്നെ ഞങ്ങളുടെ പ്രാർത്ഥന. തമ്പുരാൻ അല്ലാഹു പടച്ചവനെ ആ മനുഷ്യന്റെ കുടുംബത്തിനും അതിന് പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട് ദീർഘായുസം കൊടുത്ത് നന്മകൾ വാരിച്ചോരി വർദ്ധിച്ചു കൊടുക്കട്ടെ. ഇത്രയും സഹായം ചെയ്ത് ഞങ്ങളുടെ മോനെ നമുക്ക് കിട്ടും. ഇപ്പോഴും ഒരു മായിക ലോകത്താണ്. അതെങ്ങനെയാ സംഭവിച്ചതാണോ സ്വപ്നം കാണുമോ എന്ന് ഇപ്പോഴും അങ്ങോട്ട് ഓർക്കാൻ പറ്റില്ല. അങ്ങോട്ട് ഓർക്കാൻ മനസ്സടറിപ്പോകുന്ന രംഗങ്ങളാണ്. വലുതായിട്ട് അതിനെപ്പറ്റി ഓർക്കാൻ പറ്റില്ലെങ്കിലും ഇപ്പോഴും ഒരു മായിക ലോകത്ത് തന്നെയാണ്. എന്റെ ഇക്കാക്ക് വേണ്ടി സഹായിച്ച യൂസഫ് അലി സാറിന് വേണ്ടി ഞാൻ എപ്പോഴും ദുആ ചെയ്യുന്നുണ്ട്. ഞാനെന്നല്ല, ഇവിടെ ഇപ്പൊ നിൽക്കുന്ന എല്ലാവരും ദുആ ചെയ്യുന്നുണ്ട്.